ഹലോ കുട്ടികളെ, റേ ഓപ്റ്റിക്സിലെ ലെൻസിൻ്റെ കോമ്പിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ജെയ്ക്കും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ സിമ്പിൾ ഫോർമാറ്റിൽ നമ്മൾ ബോർഡ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ഓബ്ജക്റ്റ് ഓ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഇൻ ദ ഫിഗർ. ഓക്കെ, അപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ 3 ലെൻസ് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോൺവെക്സ് ലെൻസാണ്, ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് പ്ലാനോ കോൺകേവ് ലെൻസാണ്, ഫോക്കൽ ലെങ്ത് -10. എഗെയിൻ കോൺവെക്സ് ലെൻസാണ്, 30 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇവർ വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഒക്കെ നമുക്കിവിടെ ഗിവൺ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കോമ്പിനേഷൻസ് വരുമ്പോൾ നമ്മൾ ഓരോ ലെൻസിൻ്റെയും ഇമേജ് ഫോർമേഷൻ നമ്മൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് വേണം ഫൈനൽ ഇമേജിലേക്ക് എത്താൻ, കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഓബ്ജക്റ്റിൽ നിന്നും ഫൈനൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും വി ഫൈൻഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇമേജിൻ്റെ പൊസിഷൻ ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ലെൻസിൻ്റെയും ഇമേജിൻ്റെ പൊസിഷൻ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് വേണം ഓബ്ജക്റ്റും ഫൈനൽ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെൻസ് കോൺവെക്സ് ലെൻസാണ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 10 കാണുന്നുണ്ട്. യു എന്താ 30 സെൻറ്റിമീറ്റർ, കണ്ട ഓബ്ജക്റ്റ് ഇവിടെയാണുള്ളത്. അപ്പോൾ വി ഫൈൻഡ് ചെയ്യാൻ പറ്റും. ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, നമ്മുടെ തിൻ ലെൻസ് ഇക്വേഷൻ. അപ്പം ഞാൻ ഫസ്റ്റ് ലെൻസിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്, ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ 1/v v1 എന്ന് കൊടുക്കാം, ഫസ്റ്റ് ലെൻസ് ആയതുകൊണ്ട്. 1/v - 1/u = 1/f ആണല്ലോ, = 1/f1. ഓക്കെ, അപ്പോൾ 1/v1 - 1/u1 നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ അത് -30 അറിയാമല്ലോ, സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ മൈനസ് ആവും. 1/f1 എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 1/v1 = ഇത് കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ഓക്കെ, അപ്പോൾ v1 നമുക്ക് ഇതിനകത്ത് ഫൈൻഡ് ചെയ്യാം അല്ലേ. 30 - 10 / 300. അപ്പോൾ 20/300 15 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? v1 = 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ആണ്, പോസിറ്റീവാണ്. അപ്പോൾ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്കിനി ഡയഗ്രത്തിലേക്ക് വരാം. നോക്കൂ, യെസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെൻസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ റേ വരയ്ക്കുകയാണെങ്കിൽ അത് ഫൈനലി ഇങ്ങനെ ഇതാ 15 സെൻറ്റിമീറ്റർ. ഈ സെക്കൻഡ് രണ്ടാമത്തെ ഈ ലെൻസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എവിടെയാ? ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക അല്ലേ. I1 എന്ന് വേണമെങ്കിൽ കൊടുക്കുക. ഇത് കണ്ടോ, 5 + 10 15, ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് നമുക്ക് റഫായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ദെൻ ബട്ട് ഈ സെക്കൻഡ് ലെൻസ് ഇവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മാറും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ലെൻസിലേക്ക് പോവാം. സെക്കൻഡ് ലെൻസിലേക്ക് പോകുമ്പോൾ പ്ലാനോ കോൺകേവ് ആണ്, ഇത് ഫോക്കൽ ലെങ്ത് -10. പിന്നെ എന്താ അറിയാൻ പറ്റുക? നോക്കൂ, ഈ I1 എന്ന് പറയുന്ന ഈ ഇമേജ് ഈ സെക്കൻഡ് ലെൻസിന് എന്തായിട്ട് ആക്ട് ചെയ്യും? വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ലെൻസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? അതാ 10 സെൻറ്റിമീറ്റർ അകലെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കേസിൽ വിർച്വൽ ഒബ്ജക്റ്റ് ആകുമ്പോൾ u ഈസ് പോസിറ്റീവ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവായിട്ട് എടുക്കണം. അത് എത്രയാണ്? ഇത് 10 സെൻറ്റിമീറ്റർ അല്ലേ, അത് അപ്പോൾ +10 അതാണ്. അപ്പോൾ സെക്കൻഡ് ലെൻസിന് ഫോക്കൽ ലെങ്ത് -10, u +10. ഇനി അതിൻ്റെ വി കാണാം, സെക്കൻഡ് ലെൻസിൻ്റെ വി കാണാം. നമുക്ക് നോക്കാം സെക്കൻഡ് ലെൻസിൻ്റെ വി. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എഴുതാം. 1/v2 - 1/u2 = 1/f2. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/v2 ഫൈൻഡ് ചെയ്യണം. u നമുക്കറിയാം +10, ദെൻ f എന്താ? -10. യെസ്, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 1/v2 എന്താ കിട്ടുന്നത് നോക്കിയാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ +i, ദറ്റ് ഇസ് അത് ക്യാൻസലായി, 0 ആയി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും v2 = 1/0. 1/0 എന്താ? ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലെൻസിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്. യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഇത് നമ്മൾ ഇനി ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ, ശ്രദ്ധിച്ചിരുന്നോണേ. പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത് ഫൈനൽ ഇമേജ് ഇവിടെ
ഈ സെക്കൻഡ് ലെൻസ്, സോറി, ഇത് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഇമേജ്. സെക്കൻഡ് ലെൻസ്, ആ സെക്കൻഡ് ലെൻസിൽ നിന്ന് പോകുന്ന ഇൻഫിനിറ്റിയിലേക്കാണ്. സെക്കൻഡ് ലെൻസിൽ നിന്ന് പോകുന്ന റേസ് ഇൻഫിനിറ്റിയിലേക്കാണ്. ഇൻഫിനിറ്റിയിലാണ് എന്ത് ചെയ്യുക, ഇൻ്റർസെക്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് പാരലായിരിക്കും, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് പോകുന്ന റേ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2 റേ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എഴുതാൻ പറ്റും എന്ത്, തേർഡ് ലെൻസിൻ്റെ ഫോക്കസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക, ഫൈനൽ ഇമേജ് ഫോം ചെയ്യുക. തേർഡ് ലെൻസിൻ്റെ ഫോക്കസ് നിങ്ങൾക്കറിയാം 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലെൻസിൻ്റെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഒരു റേ ഒരു ലെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ അതെവിടെ കൺവേർജ് ചെയ്യും, ഫോക്കസിൽ. അപ്പോൾ കിട്ടി. യെസ്. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇപ്പം സോൾവ് ആയി. എന്താ നോക്കിക്കുക, നിങ്ങൾ ഓബ്ജക്റ്റിൽ നിന്നും ഫൈനൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. നോക്കൂ, ആദ്യം 30 സെൻറ്റിമീറ്റർ, പിന്നെ 5, അപ്പോൾ 35, പിന്നെ 10, 45, പിന്നെ എത്രയാ 30 സെൻറ്റിമീറ്റർ, അപ്പോൾ എത്രയായി 75 സെൻറ്റിമീറ്റർ. ആൻസർ കണ്ട, ഓപ്ഷൻ എ 75, ദാറ്റ് ഈസ് ദി ആൻസർ. ഉണ്ടോ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സെക്കൻഡ് ലെൻസിൻ്റെ യു എന്താ +10 ആണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കീ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളുള്ള ക്വസ്റ്റ്യനുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.